ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BSc ഫിസിക്സ് അതേപോലെ BSc കെമിസ്ട്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള PSCയുടെ ഭാഗത്തു നിന്ന് വന്നൊരു നോട്ടിഫിക്കേഷനാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ കേരള പോലീസിലേക്ക് എന്നുള്ളത്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അതായത് 3 ടൈപ്പ് ഓഫ് ഉദ്യോഗാർത്ഥികൾ കാണും. അതായത് ആദ്യത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിയുമ്പോൾ തന്നെ അതിന്റെ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അതിന്റെ പഴയ സിലബസും എക്സാം പാറ്റേണും ഒക്കെ തപ്പിയെടുത്ത് പഠിച്ചു തുടങ്ങുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് എന്നാൽ പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിച്ച് പഠിച്ചു തുടങ്ങുന്നവരുണ്ടാവും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടും അതിന്റെ എക്സാം ഡേറ്റ് വന്നില്ലല്ലോ, അതിന്റെ സിലബസ് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൺഫർമേഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ടാവും. അതായത് നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടേ പഠിച്ചു തുടങ്ങൂ എന്ന് കരുതിയിരിക്കുന്നവരാണ് ആ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫിംഗർ പ്രിന്റ് സെർച്ചറിനെ സംബന്ധിച്ച് അപ്പം എക്സാമിനായിട്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും. അതേപോലെ തുടക്കം മുതലേ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയവരും ഉണ്ടാവും. അപ്പം എല്ലാവരുടെയും മൈൻഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അതിന്റെ എക്സാം ഡേറ്റ് എന്നായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 233/2024 ആണ്. പോസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ച്, ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ്. അപ്പം PSCയുടെ ഒരു ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ അനുസരിച്ച് ജാനുവരിയിൽ തന്നെ ആ ഒരു ഇയറിൽ നടക്കാൻ പോകുന്ന എക്സാംസിന്റെ എല്ലാം എക്സാം സ്ലോട്ട് ഒരു കലണ്ടറിൽ അവർ പബ്ലിഷ് ചെയ്യും. അപ്പം അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ഒരു എക്സാം സ്ലോട്ടിൽ തന്നെ എക്സാംസ് കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. എക്സാം സ്ലോട്ടിൽ ചിലപ്പോൾ മാർച്ച് ജൂൺ ആണെന്നുണ്ടെങ്കിൽ ആ മാർച്ചിൽ തന്നെ ചിലപ്പോൾ എക്സാംസ് നടക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം സ്ലോട്ട് വന്നിരുന്നത് ജൂലൈ സെപ്റ്റംബറിലാണ്. അതിന്റെ എക്സാം നടന്നത് ജൂലൈ ആദ്യം, അതായത് 4/7/2025 തന്നെ അതിന്റെ എക്സാം നടക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇങ്ങനെ തന്നെയാണ് PSCയുടെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫിംഗറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ എക്സാം സ്ലോട്ട് വന്നിരിക്കുന്നത് ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ്. അതായത് ഫിംഗറിന്റെ കേസിൽ നമ്മുടെ കലണ്ടറിൽ ഒക്ടോബർ ഡിസംബർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒക്ടോബറിൽ തന്നെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ഒക്ടോബറിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പം ഒക്ടോബറിൽ എക്സാം വരണമെന്നുണ്ടെങ്കിൽ 2 മാസം മുൻപ് തന്നെ അതിന്റെ കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അതായത് നമുക്ക് ജൂലൈ അവസാനത്തോടു കൂടി തന്നെ അതിന്റെ കൺഫർമേഷൻ വരേണ്ടതാണ്. അപ്പൊ നമുക്ക് ജൂലൈ അവസാനം തന്നെ ഇതിന്റെ കൺഫർമേഷൻ വരികയും അതിന്റെ സിലബസും അതിനോടൊപ്പം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ നല്ലത്. ഇൻ കേസ് ഒക്ടോബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാം നവംബറിലേക്കോ അല്ലെങ്കിൽ ഡിസംബറിലേക്കോ ഒന്ന് ഡിലേ ആയാൽ കൂടി നിങ്ങൾ ഒക്ടോബറിൽ എക്സാം വരും എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് വരില്ല, മറിച്ച് നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾക്ക് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കാനും അതേപോലെ കൂടുതൽ റിവിഷനും ഉള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് ഇൻ കേസ് ഡിലേ ആയാൽ കിട്ടുന്നത്. പക്ഷെ ഡിലേ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം PSCയുടെ ഒരു ലേറ്റസ്റ്റ് എക്സാം പാറ്റേൺ അനുസരിച്ച് സ്ലോട്ടിന്റെ ആദ്യത്തിൽ തന്നെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ തന്നെയാണ് ഒരു മോസ്റ്റ് ഓഫ് ദ കേസസിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒക്ടോബറിൽ തന്നെ എക്സാം ഉണ്ടാവും. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും ഒക്കെ നമ്മുടെ മുന്നിൽ ഒക്ടോബറിലാണ് എക്സാം. അപ്പൊ നമ്മുടെ മുന്നിൽ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, ഒരു 2 മാസത്തെ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇനിയും ഈ ഒരു എക്സാമിനായിട്ട് പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഒരു ഇന്റൻസീവ് കോച്ചിങ് റണ്ണിങ് ആണ്. അപ്പൊ ഇനിയുള്ള ടൈം എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്ന് അടിസ്ഥാനമാക്കിയുള്ള ഒരു കോഴ്സാണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ കിട്ടും. അതേപോലെ ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്, അതേപോലെ PYQ ഡിസ്കഷൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കണ്ടന്റും നമ്മൾ ആ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.